തെരുവുനായ പ്രശ്നത്തിൽ ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഡൽഹിയിലെയും തലസ്ഥാന മേഖലയിലെയും ക്യാപിറ്റൽ റീജിയനിലെയും രൂക്ഷമായ തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടാണ് ഇന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ ഉത്തരവിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ABC ചട്ടങ്ങളുടെ അപ്രായോഗികത മാത്രമല്ല അർത്ഥശൂന്യതയും അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നതുമാണ്. അതിൽ ഇത്രയും കാലം ഞാനിവിടെ പലതവണ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളാരും ശ്രദ്ധിക്കുകയോ ഗൗനിക്കുകയോ ചെയ്യാതിരുന്ന അതേ കാര്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് സുപ്രീം കോടതി ചോദിച്ചു. കോടതി ചോദിച്ചൊരു കാര്യം, ഒരു തെരുവ് പട്ടിയെ ഒരിടത്ത് നിന്ന് പിടിച്ച് ABC കേന്ദ്രത്തിൽ കൊണ്ടുപോയി വന്ധ്യംകരണം ചെയ്ത് ശുശ്രൂഷിച്ച് ദിവസങ്ങൾ ശുശ്രൂഷിച്ച് വീണ്ടും പിടിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വിടണം എന്ന ചട്ടം കോടതി പറഞ്ഞു അത് അങ്ങേയറ്റ അസംബന്ധമാണ്. മാത്രമല്ല അത് ഒരർത്ഥവുമില്ലാത്ത ചട്ടമാണ്. ഈ തെരുവ് നായയെ പിടിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി വിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് കോടതി ചോദിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എത്ര പത്രസമ്മേളനത്തിൽ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ അപ്രായോഗികത, അർത്ഥശൂന്യത ജനങ്ങളോട് പറയണം. ABC ചട്ടം കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്, എന്നിട്ട് തെരുവ് പട്ടിയെ പിടിക്കാൻ പറയുകയാണ് എന്ന്. ABC ചട്ടങ്ങൾ ദയവ് ചെയ്ത് മാധ്യമങ്ങളൊന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ജനങ്ങളോട് വിശദീകരിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പരമോന്നത കോടതി ഇന്ത്യയിലെ തലസ്ഥാന നഗരിയിലെ സഹിക്കാൻ പറ്റാത്ത പട്ടി പ്രശ്നത്തെ മുൻനിർത്തി ഈ ABC കേന്ദ്രത്തിൻ്റെ അർത്ഥശൂന്യത വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ തമാശ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞത് ABC പ്രകാരമുള്ള വന്ധ്യംകരണം കൊണ്ട് പട്ടികടി ഒഴിവാവില്ല എന്നാണ്. അത് ഇവയുടെ എണ്ണം കുറയ്ക്കാൻ മാത്രമേ സഹായിക്കൂ. വന്ധ്യംകരിച്ച പട്ടി കടിക്കാതിരിക്കില്ല എന്ന് പറയുന്നത് ആരാ? ഈ ABC ചട്ടം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറലാണ്, തുഷാർ മേത്തയാണ് പറയുന്നത്. അപ്പം ഇതല്ലേ ഞാൻ ഇത്രയും കാലം ഇവിടെ പറഞ്ഞത്. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾക്ക് ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമാണ്, കേരളത്തിലെ സർക്കാർ ABC ചട്ടത്തിൻ്റെ പേര് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇതിവിടെ പരിഹരിക്കാൻ പറ്റാത്തത് എന്ന നിലയിൽ സർക്കാരിനെ കടിച്ചു കീറാനായിരുന്നു വ്യഗ്രത. ചില മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് കണ്ടാൽ തോന്നുക കേരളത്തിലെ തെരുവ് പട്ടികളെല്ലാം സർക്കാർ അഴിച്ചുവിട്ട പട്ടികളാണ്, നാട്ടുകാരെ പോയി കടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അഴിച്ചുവിട്ടതാണെന്ന മട്ടിലായിരുന്നു പ്രചരിപ്പിച്ചത്. മാധ്യമങ്ങൾക്കൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞൂടെ ഇതാണ് പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഈ അപ്രായോഗികമായ ABC ചട്ടങ്ങൾ പൊളിച്ചെഴുതാൻ മുന്നോട്ട് വരണം, കോടതിയുടെ വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ. ഇതും വെച്ചിട്ട് തെരുവുനായ പ്രശ്നം പരിഹരിക്കാനാവില്ല. കൂടുതൽ ഫലപ്രദമായ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാര നിർദ്ദേശം ഇനിയും ഉണ്ടാവണം. ഇന്നിപ്പോൾ കോടതി ഡൽഹിയിൽ കൊടുത്തൊരു നിർദ്ദേശമുണ്ട്, ഷെൽട്ടറിനകത്ത് അടയ്ക്കുക എന്നുള്ളതാണ്. 8 ആഴ്ച സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. കേരളം പോലൊരു സ്ഥലത്ത് അതും പ്രായോഗികമാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്, ഭൂമിയുടെ ലഭ്യതയുടെ പ്രശ്നമുണ്ട്. ABC കേന്ദ്രം തുടങ്ങാൻ തന്നെ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് ആയിരക്കണക്കിന് പട്ടികളെ കൊണ്ടുപോയിട്ട് ഷെൽട്ടറിൽ അടയ്ക്കാൻ ആളുകൾ സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടാവുമോ? അപ്പോൾ കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള പരിഹാര നിർദ്ദേശത്തെക്കുറിച്ച് ആലോചിക്കണം. ഈ ABCയും കൊണ്ട് കേന്ദ്രം നടന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാവില്ല. നോക്കൂ, അതിൻ്റെ തൊട്ട് പിന്നാലെ ഹൈക്കോടതി അത് പാടില്ല എന്ന് പറഞ്ഞത് അറിഞ്ഞില്ലേ നിങ്ങളാരും? തൊട്ട് പിന്നാലെയല്ലേ ഹൈക്കോടതി പറഞ്ഞത് ദയാവധം നടത്താൻ പാടില്ല എന്ന്. അത്തരം അന്നെടുത്ത തീരുമാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് വന്ധ്യംകരിച്ചതുകൊണ്ട് തന്നെ കടി ഇല്ലാതാവുന്നില്ല എന്നാണ്, പട്ടികടി ഇല്ലാതാവില്ല. പിന്നെ വാക്സിൻ ചെയ്തതുകൊണ്ട് കടിക്കാതിരിക്കില്ല, ഈ പറഞ്ഞ റാബീസിൻ്റെ പ്രശ്നത്തെ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. ഇപ്പോൾ ഇതെല്ലാം സ്വീകരിക്കേണ്ട നടപടികൾ തന്നെയാണ്. പോപ്പുലേഷൻ കൺട്രോളിന്
സ്റ്റെറിലൈസേഷൻ വേണം, ഒപ്പം വാക്സിനേഷൻ വേണം, പേവിഷബാധ ഒഴിവാക്കാൻ വാക്സിനേഷൻ വേണം. പക്ഷേ ഈ തെരുവുനായ പ്രശ്നത്തിന് ഫലപ്രദമായ പരിഹാരമായിട്ട് ഇത് രണ്ടും മാറുന്നില്ല. സുപ്രീം കോടതി വേറെ ചില കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെ മാത്രമേ ഞങ്ങൾ കേൾക്കൂന്നും പറഞ്ഞിട്ടുണ്ട്. ലൈവിലോ വിശദമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്കൂ. ഈ കേസിൽ കേന്ദ്ര സർക്കാരിനെ മാത്രമേ ഞങ്ങൾ കേൾക്കൂ. ഒരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഇതിന്റെ ഗൗരവം ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ ഉത്തരവും ഒബ്സർവേഷനും. കോടതി പറഞ്ഞിട്ടുണ്ട്, ഒരു മൃഗക്ഷേമ സംഘടനയും ഇതും പറഞ്ഞിട്ട് കോടതിയിലേക്ക് വരരുത് എന്ന് കോടതി ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിനെ എതിർക്കുന്ന, ഈ നടപടികളെ എതിർക്കുന്നവരെ കടുത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നമ്മൾ പലതവണ അത്തരം ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിനാണ് തെരുവുനായ എന്നത്, ലക്ഷക്കണക്കിനാണ്. ഇത് ഓരോ 6 മാസമല്ലേ, 6 മാസം കൂടുമ്പോഴല്ലേ പ്രസവിക്കുന്നത്. ശരാശരി 10 കുട്ടികളാണ് ഒരു പ്രസവത്തിലുണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു വർഷം പെരുകുന്നത്? അപ്പോൾ ഏത് ആക്ഷൻ പ്ലാൻ കൊണ്ടാണ് ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞത് വേറൊന്നും നടപടി സ്വീകരിക്കാനില്ല എന്നുള്ളതല്ല, ആ നടപടികൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല എന്നതാണ് പറഞ്ഞത്. ആ നടപടികൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല. നോക്ക്, എന്തെല്ലാം ആക്ഷൻ പ്ലാൻ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും ശ്രമിക്കാത്തതുകൊണ്ടല്ലോ, ഒരു സർക്കാരും ശ്രമിക്കാത്തതുകൊണ്ടല്ലോ സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നത്. എന്തുകൊണ്ടാണ്? തലസ്ഥാന നഗരിയിലെ ഇന്ത്യയുടെ ഭരണ സംവിധാനം മുഴുവൻ അല്ലേ, നമ്മൾ ശത്രു രാജ്യത്തെ നമുക്ക് നേരിടാൻ പ്രയാസമില്ല, പക്ഷേ തെരുവുപട്ടിയെ നേരിടാൻ കഴിയാത്തതുകൊണ്ടല്ലേ സുപ്രീം കോടതി ഇടപെട്ടത്. നോക്കൂ, സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെയാണ് കേൾക്കുന്നത് എന്നുള്ളതാണ്. ഹൈക്കോടതി ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഇടപെട്ടൊരു നിർദ്ദേശം തന്നല്ലോ. നമ്മൾ എടുത്ത നടപടിയെ തന്നെ തടയുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടല്ലോ. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കും, എല്ലാ മാർഗവും സർക്കാർ നോക്കും. ഈ പ്രശ്നത്തിന് ഫലപ്രദമായൊരു പരിഹാരം ഉണ്ടാക്കണം തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിന് ശക്തമായ നടപടികളിലേക്ക് സർക്കാർ പോവും. അപ്പോൾ ഇപ്പം ചില മാധ്യമങ്ങളുടെ എടുക്കുന്നൊരു ഇരട്ടത്താപ്പ്, ഞാൻ ഇതിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട്, ഒരു ഭാഗത്ത് പട്ടി കടിച്ചു എന്ന് പറഞ്ഞ് സർക്കാരിനെ ആക്രമിക്കുക, മറുഭാഗത്ത് പട്ടിയുടെ കൂടെ നിൽക്കുന്ന സ്ഥിതി ഉണ്ട്. ഈ കടിക്കുന്ന പട്ടിയോടൊപ്പം സർക്കാരിനെ കടിക്കുകയും കടി കൊള്ളുന്ന ഇരയോടൊപ്പം കരയുകയും ചെയ്യുന്ന സമീപനവും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കാതിരിക്കുക. ദയവായി ഇതൊരു ഗൗരവമുള്ളൊരു സാമൂഹ്യ പ്രശ്നമാണെന്ന് കാണുക. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇക്കാര്യത്തിൽ നിന്നാലേ പറ്റൂ. ശക്തമായ ചില നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്.